രണ്ടാഴ്ചയിലേറെ വനത്തിലൂടെ ഞങ്ങളെ നടത്തി. മരങ്ങൾക്കിടയിലാണ് കിടന്നുറങ്ങിയത്. കഴിക്കാൻ പാതി വേവിച്ച ചോറും കുടിക്കാൻ മലിനജലവും. നൈജീരിയയിലെ കുരിക ഗ്രാമത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട വിദ്യാർത്ഥികളുടെ വാക്കുകളാണിത്. ഇക്കഴിഞ്ഞ മാസം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ വിദ്യാർത്ഥികൾ സുരക്ഷിതരായി മടങ്ങിയെത്തിയതിന്റെ സന്തോഷത്തിലാണ് കുരിക ഗ്രാമം. കുട്ടികൾ ഉൾപ്പെടെ 137 ബന്ദികളെ രക്ഷിച്ചതായി സൈന്യം അറിയിച്ചു. ഇവരുടെ മോചനത്തിനായി $7,67,000 മോചനദ്രവ്യം നൽകാനുള്ള സമയപരിധി അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് സൈന്യം ഇവരെ മോചിപ്പിച്ചിരിക്കുന്നത്. മോചനദ്രവ്യം നൽകിയിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. അധികാരികളുടെ കണ്ണുവെട്ടിക്കാനാണ് കാട്ടിലൂടെ ഇത്രയധികം നടത്തിയത്. കൊള്ളക്കാർ പോലും പലപ്പോഴും വിശന്നിരിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, വിദ്യാർത്ഥികളിൽ ഒരാൾ പറഞ്ഞു. തങ്ങളുടെ കുട്ടികളെ വീണ്ടും കാണുമെന്ന യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്ന ഗ്രാമവാസികൾ ദൈവമേ നന്ദി എന്ന് പറഞ്ഞാണ് കുട്ടികളെയും കൊണ്ടുവന്ന ബസ്സിനും ചുറ്റും കൂടിയത്. 10 വർഷങ്ങൾക്ക് മുൻപ് ജിഹാദിസ്റ്റ് ഗ്രൂപ്പായ ബോക്കോ ഹറാമാണ് സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്ന പതിവ് തുടങ്ങിയത്. അന്ന് തട്ടിക്കൊണ്ടുപോകപ്പെട്ട 276 പേരിൽ പലരും ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല. പിന്നീട് തീവ്രവാദ സംഘടനകൾ മോചനദ്രവ്യം നേടാനുള്ള എളുപ്പമാർഗമെന്ന നിലയിൽ തട്ടിക്കൊണ്ടുപോകൽ തന്ത്രം വ്യാപകമായി സ്വീകരിക്കുകയായിരുന്നു. ഇന്ന് നൈജീരിയയിൽ തട്ടിക്കൊണ്ടുപോകലുകൾ ദിനംപ്രതി എന്നോണം നടക്കുന്നുണ്ട്. ഏത് സമയത്തും ആക്രമണമുണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ജനങ്ങൾ കഴിയുന്നത്.